Hi friends, so today we are going to start with building materials. So I have already uploaded one video based on brick, which is one of the building material. So today's class is based on stones, which is another most widely used construction or building material. So let's see a video on building material, which is stone. സോ ആദ്യമായിട്ട് നമുക്ക് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള ടോപ്പിക്ക് എപ്പോഴും PSC ആയിട്ട് എല്ലാ PSC എക്സാംസിനും ഓവർസിയർ ഗ്രേഡ് 3 തൊട്ടിട്ട് ലെവൽ വരെയുള്ള എല്ലാ എക്സാംസിനും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്ന ഒരു ഏരിയയാണ് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ സ്റ്റോൺ എന്നുള്ള ഈ ഒരു പോർഷൻ. സോ ആദ്യമായിട്ട് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്താണ് നമുക്കറിയാം. നമ്മളൊരു കൺസ്ട്രക്ഷൻ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസിനെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേത് സിമെൻറ്റിംഗ് ഓർ ബൈൻഡിങ് മെറ്റീരിയൽ, രണ്ടാമത്തേത് പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ, മൂന്നാമത്തേത് സോളിഡ് മെറ്റീരിയൽ. സോ അങ്ങനെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ, അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ മൂന്ന് പർപ്പസിനെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ആദ്യത്തേത് സിമെൻറ്റിംഗ് മെറ്റീരിയൽസ്. സിമെൻറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ബൈൻഡിങ് മെറ്റീരിയൽ. സോ ബൈൻഡിങ് ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ബൈൻഡിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ സിമെൻറ്റിംഗ് ഓർ ബൈൻഡിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് ലൈം, സിമെൻറ്റ് അല്ലെങ്കിൽ മോർട്ടാർ, ഇതൊക്കെ. സെക്കൻഡ് ടൈപ്പ് ഇസ് പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പ്രൊട്ടക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, പെയിൻറ്റ് ഇസ് എ കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ടു ദി എക്സ്റ്റീരിയർ സർഫസ് ഓഫ് എനി ബിൽഡിംഗ്. സിമിലർലി വാർണിഷ്, പ്ലാസ്റ്ററിങ്, ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽസ് ആണ്. ദെൻ തേർഡ്, മൂന്നാമതായിട്ട് വരുന്നതാണ് സോളിഡ് മെറ്റീരിയൽസ്. സോളിഡ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പം റിജിഡായിട്ട് ഹാർഡായിട്ട് ഉള്ള മെറ്റീരിയൽസ്. ഫോർ എക്സാമ്പിൾ സ്റ്റോൺ, റോക്സ്, ടിമ്പർ, അയേൺ എക്സെട്ര. സോ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ മൂന്നായിട്ട് ആണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സിമെൻറ്റിംഗ്, പ്രൊട്ടക്റ്റീവ്, സോളിഡ്. നൗ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോൺസിനെ പറ്റിയിട്ടാണ്. സോ വാട്ട് ഈസ് സ്റ്റോൺ? സ്റ്റോൺ ഇസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ which is obtained from rocks. അല്ലേ, റോക്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന, ക്വാറിയിങ് വഴി ലഭിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയലാണ് സ്റ്റോൺ എന്ന് പറയുന്നത്. So what are the different types of, or what are the different classification of rocks? റോക്സിനെ പറ്റി പഠിക്കുമ്പോഴാണ് റോക്സിനെ ക്വാറി ചെയ്തിട്ടെടുക്കുന്ന വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള സ്റ്റോൺസിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം തന്നെ റോക്സ് അല്ലെങ്കിൽ റോക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. സോ ഇനീഷ്യലി റോക്സ് or primarily rocks can be classified into three. First one is geological classification, second one is physical classification, and third one is chemical classification. So geological, physical, and chemical classifications. So coming into the first one, geological classification. So what is geological classification? അപ്പോൾ ആ റോക്സിൻ്റെ ജിയോളജി, അതിൻ്റെ ഒക്കറൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയാം. ജിയോളജിക്കലി റോക്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു three. First one is igneous rock, second one is sedimentary rock, third one is metamorphic rocks. മൂന്നായിട്ടാണ് റോക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ആദ്യത്തേത് ഇഗ്നിയസ് റോക്ക്, രണ്ടാമത്തേത് സെഡിമെൻ്ററി റോക്ക്, മൂന്നാമത്തേത് മെറ്റമോർഫിക് റോക്സ്. ഇഗ്നിയസ് റോക്സിനെ തന്നെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: plutonic rocks, hyperbasal rocks, and volcanic rocks.
Then second classification is physical classification. So basically, in physical classification also we have three subcategories, or rocks are classified into three based on its physical nature. First one is stratified rock, second one is unstratified rock, and third one is foliated rocks. Now third one would be chemical classification. Based on the chemical classifications, rocks are classified into three: siliceous rock, argillaceous rock, and calcareous rocks. So these are the classifications of rocks based on geology, physical condition, and chemical condition. Now we have to go in detail of all of these. So let's start with the first one, geological classification. Geologically, rocks are classified into three: igneous rocks, sedimentary rocks, and metamorphic rocks. ആദ്യത്തേത് igneous rock. Let's see what is an igneous rock. Rocks formed by the cooling of magma. Rocks formed by the cooling of magma, we call it as igneous rocks. Okay. Now, so rocks formed by cooling of magma, we call it as igneous rock. And the examples for igneous rocks, very important for all PSC exams. You have to note this example for igneous rocks: granite, dolerite, basalt, trap and syenite. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്, ബസാൾട്ട്, ട്രാപ്പ്. നമുക്ക് മോസ്റ്റ്ലി PSCക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്ന്, സ്റ്റോൺസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് എപ്പോഴും ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട്. അത് ഈതർ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ കെമിക്കൽ ആയിരിക്കാം. സോ എനിവേ, ദീസ് എക്സാമ്പിൾസ് വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റോൺ ബിലോങ്സ് ടു വിച്ച് കാറ്റഗറി ഓർ വിച്ച് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിളായിട്ട് വരുന്നത് ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്, ബസാൾട്ട്, ട്രാപ്പ്, സൈനൈറ്റ്. ഇത്രയും റോക്സ് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിളാണ്. ഇഗ്നിയസ് റോക്സിനെ തന്നെ വീണ്ടും മൂന്നായിട്ട് സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് പ്ലൂട്ടോണിക് റോക്ക്, രണ്ടാമത്തേത് ഹൈപ്പാബൈസൽ റോക്ക്, മൂന്നാമത്തേത് വോൾക്കാനിക് റോക്സ്. പ്ലൂട്ടോണിക്, ഹൈപ്പാബൈസൽ ആൻഡ് വോൾക്കാനിക്. അപ്പോൾ ഈ പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൂളിംഗ് ഓഫ് മാഗ്മ മൂലമാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂളിംഗ് ഓഫ് മാഗ്മ കൊണ്ട് ഫോം ചെയ്യുന്ന റോക്സ് എർത്ത് സർഫസിൽ നിന്നും കൺസിഡറബിൾ ഡെപ്ത് താഴോട്ടാണ് ഈ ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ എർത്ത് സർഫസിൽ നിന്ന് അത്യാവശ്യം ഡെപ്ത് താഴെ ആണ് ഈ ഒരു റോക്ക് ഫോർമേഷൻ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ ആ റോക്സിനെ നമ്മൾ പറയുന്നതാണ് പ്ലൂട്ടോണിക് റോക്സ്. ഓക്കെ, ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് കൺസിഡറബിൾ ഡെപ്ത് ബിലോ ദ എർത്ത് സർഫസ്. ഓക്കെ, പ്ലൂട്ടോണിക് റോക്സിൻ്റെ കേസിൽ എപ്പോഴും അതിനൊരു കോസ്ലി ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. പ്ലൂട്ടോണിക് റോക്സിൻ്റെ കേസിൽ, പ്ലൂട്ടോണിക് ഇഗ്നിയസ് റോക്സിൻ്റെ കേസിൽ ആ റോക്സിൻ്റെ ഗ്രെയിൻസ് ഇറ്റ് വിൽ ബി കോസ്ലി ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. പ്ലൂട്ടോണിക് റോക്സിനുള്ള എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്. അപ്പോൾ ഇഗ്നിയസ് റോക്സിൽ നമ്മൾ പറഞ്ഞു കോമൺ ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് ആണ് ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്, ബസാൾട്ട്, ട്രാപ്പ്, സൈനൈറ്റ്. ഇതിൽ തന്നെ പ്ലൂട്ടോണിക് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിളാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്, രണ്ടാമത്തേത് ഹൈപ്പാബൈസൽ റോക്ക്. ഹൈപ്പാബൈസൽ റോക്കും ഇഗ്നിയസ് റോക്കിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് മാഗ്മ ബട്ട് റിലേറ്റീവ്ലി ഷാലോ ഡെപ്ത്. റിലേറ്റീവ്ലി ഷാലോ ഡെപ്തിലായിരിക്കും ഈ ഒരു റോക്ക് ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത് ഡ്യൂ ടു കൂളിംഗ് ഓഫ് മാഗ്മ എങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈപ്പാബൈസൽ. ഇപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം റിലേറ്റീവ്ലി ഷാലോ ഡെപ്ത് എന്നുള്ളതാണ്. ഈ കേസിൽ സ്ട്രക്ചർ ഓഫ് റോക്ക് ഫൈൻലി ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. ഇതിനുള്ള എക്സാമ്പിൾ ആണ് ഡോളറൈറ്റ്.
തേർഡ് വൺ വോൾക്കാനിക് റോക്സ്. വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത് കൂളിംഗ് ഓഫ് മാഗ്മ അല്ലെങ്കിൽ പോറിംഗ് ഓഫ് ദിസ് മാഗ്മ ഓൺ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ തന്നെയാണ് ഈ ഒരു മാഗ്മ പോർ ആയിട്ടുള്ളത് എങ്കിൽ അതിനെയാണ് അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ആ റോക്കിനെയാണ് നമ്മൾ വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ട്രാപ്പ്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു പോറിംഗ് ഓഫ് മാഗ്മ ഓൺ എർത്ത് സർഫസ്. സോ these are the three classifications of igneous rocks, and igneous rock is a type of geological classification of rocks. Okay, all right. Now moving into second type of geological classification, which is sedimentary rock. Rocks formed by deposition of weathering on the pre-existing rocks. അപ്പോൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. ഇഗ്നിയസ് കഴിഞ്ഞിട്ട് വെതറിങ് കൊണ്ട് അല്ലെങ്കിൽ വെതറിങ് ഡെപ്പോസിഷൻസ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള പ്രീ എക്സിസ്റ്റിംഗ് റോക്കിൽ ഡ്യൂ ടു വെതറിങ് ഡെപ്പോസിഷൻസ് ഫോം ചെയ്തിട്ടുള്ള റോക്സിനെയാണ് നമ്മൾ സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുക. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ലാറ്ററൈറ്റ്, ദെൻ ഷെയിൽ, ലൈംസ്റ്റോൺ എക്സെട്ര. ഓക്കെ, ഇതൊക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. അടുത്ത നമ്മൾ പറയുന്നത് ഈ സെഡിമെൻ്ററി റോക്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ്. സെഡിമെൻ്ററി റോക്സിൽ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ഫോം ഡ്യൂ ടു ഡെപ്പോസിഷൻസ് ഓഫ് വെതറിങ് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവാം. അങ്ങനെ 4 രീതിയിലുള്ള ഡെപ്പോസിറ്റ്സ് കൊണ്ട് നമുക്ക് സെഡിമെൻ്ററി റോക്സ് ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആദ്യത്തേത് റെസിജ്വൽ ഡെപ്പോസിറ്റ്, രണ്ടാമത്തേത് കെമിക്കൽ ഡെപ്പോസിറ്റ്, മൂന്നാമത്തേത് ഓർഗാനിക് ഡെപ്പോസിറ്റ് ആൻഡ് നാലാമത്തേത് സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനൊന്നുമല്ല ഈ ഒരു പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സെഡിമെൻ്ററി റോക്ക്. ഇറ്റ് ഈസ് എ റോക്ക് ഫോംഡ് ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് വെതറിങ് ഓൺ പ്രീ എക്സിസ്റ്റിംഗ് റോക്സ്. അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസ് ലാറ്ററൈറ്റ്, ലൈംസ്റ്റോൺ, ഷെയിൽ, ജിപ്സം, ലിഗ്നൈറ്റ്, ഗ്രാവൽസ്. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. Then third one, metamorphic rocks. So based on geological classification, rocks are divided into igneous, sedimentary and metamorphic. So the third type is metamorphic. Rocks formed by changing in character or change in character of igneous and sedimentary rocks. അപ്പം igneous റോക്സിൻ്റെയും സെഡിമെൻ്ററി റോക്സിൻ്റെയും ക്യാരക്ടറിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ഫോം ചെയ്യുന്ന റോക്സിനെയാണ് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുക. ആ ചേഞ്ചസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇഗ്നിയസ് റോക്സും സെഡിമെൻ്ററി റോക്സും അതിൻ്റെ ക്യാരക്ടർ മാറി വേറൊരു റോക്കായി മാറുന്നത്. ഡ്യൂ ടു മെനി ടെമ്പറേച്ചർ അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആവാം അതിനുള്ള കാരണം. അപ്പോൾ അതിന് വരുന്ന എക്സാമ്പിൾസ് ഓഫ് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത് മാർബിൾ, സ്ലേറ്റ്, ക്വാർട്സൈറ്റ്, മൂറം. ഈ നാല് റോക്സിനെ നമുക്ക് ഇതെല്ലാം സെഡിമെൻ്ററി റോക്സിൽ നിന്നോ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സിൽ നിന്നോ ക്യാരക്ടർ ചേഞ്ച് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള റോക്സാണ്. മാർബിളും സ്ലേറ്റ്, ക്വാർട്സൈറ്റ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ഏതിന് എക്സാമ്പിളാണ് എന്ന് പറഞ്ഞിട്ട്. ഓപ്ഷൻ എ ആയിട്ട് ഇഗ്നിയസ് തരും, ഓപ്ഷൻ ബി ആയിട്ട് സെഡിമെൻ്ററി തരും, ഓപ്ഷൻ സി ആയിട്ട് മെറ്റമോർഫിക് തരും, ഓപ്ഷൻ ഡി ആയിട്ട് ചിലപ്പോൾ ബോത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് തരാം. അപ്പോൾ ഓർത്തിരിക്കുക, മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത് റോക്സ് ഫോംഡ് ബൈ ചേഞ്ചിങ് ദ ക്യാരക്ടർ ഓഫ് ഇഗ്നിയസ് ആൻഡ് സെഡിമെൻ്ററി റോക്കാണ്. അതിന് എക്സാമ്പിൾസ് മാർബിൾ, സ്ലേറ്റ്, ക്വാർട്സൈറ്റ്, മൊറം ഇതൊക്കെയാണ്. പല രീതിയിലുള്ള മെറ്റമോർഫിസം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ക്യാരക്ടർ ഉണ്ടാവാം. ടൈപ്സ് ഓഫ് മെറ്റമോർഫിസം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. ഒന്ന് തെർമൽ മെറ്റമോർഫിസം കൊണ്ട് വരുന്ന ചേഞ്ച് ആവാം, രണ്ടാമത് കാറ്റക്ലാസ്റ്റിക് മെറ്റമോർഫിസം കൊണ്ടുവരുന്ന ചേഞ്ച് ആവാം, ദെൻ തേർഡ് വൺ ഡൈനാമോ തെർമൽ കൊണ്ടുള്ള ചേഞ്ച് ആവാം, ആൻഡ് ലാസ്റ്റ് വൺ പ്ലൂട്ടോണിക് മെറ്റമോർഫിസം കൊണ്ടുള്ള ചേഞ്ച് ആവാം.
അപ്പോൾ ആദ്യത്തെ തെർമൽ മെറ്റമോർഫിസം എന്ന് വെച്ചാൽ അവിടെ പ്രിഡോമിനൻറ്റ് ഫാക്ടർ ഈ ചേഞ്ച് ഇഗ്നിയസിൻ്റെയോ സെഡിമെൻ്ററിയുടെയോ ക്യാരക്ടറിൽ ചേഞ്ച് വരാനുള്ള പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് ഹീറ്റ് ആയിരിക്കും. ഓക്കെ, അമിതമായിട്ടുള്ള ഹീറ്റ് കൊണ്ടോ അങ്ങനത്തെ ഹീറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് കൊണ്ടോ ആയിരിക്കും ക്യാരക്ടർ ചേഞ്ച് വരുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെഡിമെൻ്ററി അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സിന് ക്യാരക്ടർ ചേഞ്ച് ഡ്യൂ ടു ഹീറ്റ് സംഭവിച്ച് അത് മറ്റൊരു റോക്കായിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് തെർമൽ മെറ്റമോർഫിസം എന്ന് പറയുന്നത്. രണ്ടാമത് കാറ്റക്ലാസ്റ്റിക് മെറ്റമോർഫിസം. ഇറ്റ് ഈസ് ഡ്യൂ ടു പ്രഷറാണ് അവിടുത്തെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ക്യാരക്ടർ ചേഞ്ചിനുള്ള ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് പ്രഷറാണ്. തേർഡ് വൺ ഡൈനാമോ തെർമൽ മെറ്റമോർഫിസത്തിൽ ഹീറ്റ് അലോങ് വിത്ത് സ്ട്രെസ്, രണ്ടും റീസണാണ്. ഹീറ്റ് വിത്ത് സ്ട്രെസ് ഇസ് ദ cause for the character change. And last one, plutonic rock, where plutonic metamorphism. It is where uniform pressure and heat both are the resultants, or both are the factors of causing this character change. അപ്പോൾ ഇതിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് തെർമൽ, കാറ്റക്ലാസ്റ്റിക്, ഡൈനാമോ തെർമൽ, പ്ലൂട്ടോണിക് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കൈൻഡ് ഓഫ് മെറ്റമോർഫിസം ആണ്, അതുപോലെ ഏതൊക്കെയാണ് മെറ്റമോർഫിക് റോക്സിന് എക്സാമ്പിൾസ്, അതുപോലെ വാട്ട് ഈസ് എ മെറ്റമോർഫിക് റോക്ക്. സോ ഇത്രയാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക്. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. So physical classification of rocks is it can be classified into three: stratified rock, unstratified rock, and third one, foliated rock. Stratified rocks are the rocks which possesses a plane of stratification. Stratification എന്നാണ് അവിടെ ഒരു സ്മോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക. സോ ദിസ് ഇസ് stratification എന്നാണ്. ഓക്കെ, then second point, rocks can be easily split up along these planes. അപ്പോൾ എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ, ഒരു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടെന്ന് വെച്ചാൽ ആ പ്ലെയിനിലൂടെ നമുക്ക് ഈസിലി ആ റോക്കിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. Stratified rocks are sedimentary rocks, or sedimentary rocks falls in the category of stratified rocks. Important ആണ്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. Second one, unstratified rock. Unstratified rocks are the rocks which will have a crystalline or a compact crystalline structure, and the example for unstratified rocks are igneous rock. Third one, foliated rock. These are the rocks which will have the tendency to split in a definite direction only. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിലൂടെ മാത്രമായിരിക്കും ആ ഒരു റോക്കിന് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനത്തെ റോക്സിനെയാണ് നമ്മൾ ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് മെറ്റമോർഫിക് റോക്സ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ്. Now, third one, rocks are classified based on the chemical properties. So that is chemical classification. Based on chemical classification, rocks are classified into three: siliceous rock, argillaceous rock, and third one, calcareous rock. സോ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിനകത്തുള്ള മേജർ കണ്ടൻറ്റ് ഓഫ് കെമിക്കൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സിലീഷ്യസ്, അപ്പോൾ അവിടെ സിലിക്ക കണ്ടൻ്റ് ആയിരിക്കും കൂടുതൽ ആ റോക്കിലുണ്ടായിരിക്കുക. സെക്കൻഡ് വൺ, ആർജിലീഷ്യസ്. അപ്പോൾ ആർജിൽ എന്ന് പറയുന്നത് ക്ലേ ആണ്, ക്ലേ. സോ ക്ലേ കണ്ടൻ്റ് ആയിരിക്കും ആർജിലീഷ്യസ് റോക്സിൽ കൂടുതലുണ്ടായിരിക്കുക. കാൽക്കാരിയസ് റോക്സിൽ കാൽഷ്യം കാർബണേറ്റ് ആയിരിക്കും മെജോറിറ്റി ആയിട്ടുണ്ടായിരിക്കുക. Okay, so siliceous rocks are the rocks which are very hard and durable, and they contain mainly silica as the chemical component. Examples are granite and quartzite. Second one, argillaceous rocks. These rocks may be soft and the main content is clay, which is argil, otherwise called as clay. Example for argillaceous rocks are slate and laterite. Third one, calcareous rock, which contains calcium carbonate as a main content, and example for this type of rocks are limestone and marble.
ഓൾ റൈറ്റ്, സോ ഇത്രയാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്ക് ക്ലാസിഫിക്കേഷൻസ് ആണ്. എങ്ങനെയൊക്കെ റോക്കിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. ആദ്യമായിട്ട് റോക്സിനെ ജിയോളജിക്കലി ക്ലാസിഫൈ ചെയ്യാം, ദെൻ ഫിസിക്കലി ക്ലാസിഫൈ ചെയ്യാം, മൂന്നാമതായിട്ട് കെമിക്കലി ക്ലാസിഫൈ ചെയ്യാം. വി ലേൺഡ് അബൌട്ട് എന്താണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു റോക്സിനെ ജിയോളജിക്കലി: ഇഗ്നിയസ്, സെഡിമെൻ്ററി, മെറ്റമോർഫിക്. ദെൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ്, ഫോളിയേറ്റഡ്. കെമിക്കലി സിലീഷ്യസ്, ആർജിലേഷ്യസ്, കാൽക്കേറിയസ്. ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ സ്റ്റോണിനും എന്തൊക്കെയാണ്, ഏത് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഏതിൽ വരുന്നു എന്നുള്ളത് നോക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോൺസ്, PSC ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോൺസും അതിൻ്റെ കാറ്റഗറിയും ഏതൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ടു ബി നോട്ടഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മാർബിൾ. മാർബിൾ ഇസ് എ മെറ്റമോർഫിക് റോക്ക്, അൺസ്ട്രാറ്റിഫൈഡ് ആൻഡ് കാൽക്കാരിയസ്. അപ്പം 3 ക്ലാസിഫിക്കേഷൻസ് നമ്മുടെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ മെറ്റമോർഫിക് റോക്ക് എന്നുള്ള കാറ്റഗറിയിലും ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ അൺസ്ട്രാറ്റിഫൈഡ് എന്നുള്ള കാറ്റഗറിയിലും അതുപോലെ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ കാൽക്കാരിയസ് എന്നുള്ള കാറ്റഗറിയിലുമാണ് മാർബിൾ വരുന്നത്. Then second one, granite. Granite is one of the hardest rocks or stone which is available. It comes in the category of igneous rock, specifically plutonic igneous rocks, and based on the chemical classification it comes in the category of siliceous rocks. Third one, limestone. Limestone is a sedimentary, stratified, calcareous, aqueous rock. Fourth one is about quartzite. Quartzite എന്ന് പറയുന്നത് ജിയോളജിക്കലി മെറ്റമോർഫിക് റോക്ക് എന്നുള്ള കാറ്റഗറിയിൽ വരും. ദെൻ ബേസ്ഡ് ഓൺ chemical classification it comes under the category of siliceous rock. And there are 2 more points or usually asked question. PSC എപ്പോഴും ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് മോസ്റ്റ് വെതർ റെസിസ്റ്റൻറ്റ് റോക്ക് ഏതാണെന്ന്. വിച്ച് ഇസ് എ മോസ്റ്റ് വെതർ റെസിസ്റ്റൻറ്റ് റോക്ക്, അത് ക്വാർട്ട്സൈറ്റ് ആണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്നത് സിലീഷ്യസ് സാൻഡ് സബ്ജക്റ്റഡ് ടു മെറ്റമോർഫിസം. സിലീഷ്യസ് സാൻഡ് എന്ന് പറഞ്ഞാൽ സാൻഡ് സ്റ്റോൺ ആണ്. അപ്പോൾ സാൻഡ് സ്റ്റോൺ എന്ന സെഡിമെൻ്ററി റോക്കിനെ ക്യാരക്ടറിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ഫോം ചെയ്യുന്ന റോക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ക്വാർട്ട്സൈറ്റ് ആണ്. സിലീഷ്യസ് സാൻഡ് സബ്ജക്റ്റഡ് ടു മെറ്റമോർഫിസം ഇസ് ക്വാർട്ട്സൈറ്റ്, ഓർ സാൻഡ് സ്റ്റോൺ സബ്ജക്റ്റഡ് ടു മെറ്റമോർഫിസം ഇസ് ക്വാർട്ട്സൈറ്റ്. Then last one is about slate. Slate is a metamorphic rock and it is widely used for roofing. നമ്മൾ വീടുകളിലും മറ്റ് കൺസ്ട്രക്ടിങ് ബിൽഡിങ്സിലൊക്കെ റൂഫിങ് യൂസ് ചെയ്യുന്ന ഒരു റോക്ക്, ഒരു സ്റ്റോൺ ആണ് സ്ലേറ്റ് എന്ന് പറയുന്നത്. സ്ലേറ്റ് എന്ന് പറയുന്നത് ഷെയിൽ സബ്ജക്റ്റഡ് ടു മെറ്റമോർഫിസം ആണ്. സെഡിമെൻ്ററി റോക്കിലെ ഷെയിൽ എന്നുള്ള സെഡിമെൻ്ററി റോക്കിൻ്റെ ക്യാരക്ടറിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ഫോം ചെയ്യുന്ന റോക്സിനെയാണ് സ്ലേറ്റ് എന്ന് പറയുന്നത്. സോ ഈ 5 ടൈപ്പ് ഓഫ് സ്റ്റോൺസും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയാണ് ബേസിക്കലി PSC ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സിൽ നോക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഹോപ്പ് ദിസ് സെഷൻ ഫൈൻഡ്സ് വെരി useful for all of you. See you in my next video. Bye.